ശബരിമലയിലെ സ്വർണം പൂശി ആദ്യത്തെ പാളികൾ തട്ടിയെടുത്തുവെന്ന് ആരോപണം. 2019 നവീകരണത്തിന് കൊണ്ടുപോയ പാളികളല്ല തിരികെ കൊണ്ടുവന്നത് എന്ന് തട്ടാവിള കുടുംബാംഗം മഹേഷ് പണിക്കർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. തൂക്കത്തിൽ കുറവുണ്ടായതിനും അളവിൽ വ്യത്യാസം വന്നതിനും കാരണം ഇതാണ്. ചിത്രങ്ങൾ പരിശോധിച്ചാൽ തട്ടിപ്പ് വ്യക്തമാകുമെന്നും മഹേഷ് പണിക്കർ പറഞ്ഞു. ശബരിമലയിലെ പഞ്ചലോഹ വിഗ്രഹം നിർമ്മിച്ചവരാണ് ചെങ്ങന്നൂർ തട്ടാവിള കുടുംബം. ദ്വാരപാലക ശില്പങ്ങൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയപ്പോഴുള്ള തൂക്കവും ശേഷമുള്ള തൂക്കവും തമ്മിൽ ഏറെക്കുറെ 3 കിലോയോളം വ്യത്യാസമുണ്ട് എന്ന് കോടതി തന്നെ പരാമർശിച്ചിട്ടുണ്ട്. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? വിജയമല്യ പൂശിയിരിക്കുന്ന തങ്കത്തിൻ്റെ ഈ ചെമ്പി പൂശിയിരിക്കുന്ന തങ്കപ്പാളി ഒട്ടിച്ചിരിക്കുന്ന സംഭവമല്ല, ഒരു കാരണവശാലും അല്ല ഈ രണ്ടാമത് വന്നിരിക്കുന്നത്. ഇത് അതിൻ്റെ മോൾഡ് എടുത്തിട്ട് വേറെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അത് പൂർണ്ണമായിട്ട് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ വെയിറ്റ് വ്യത്യാസം വരുന്നത്. കാര്യം ഒരു കാരണവശാലും ആ വെയിറ്റ് വ്യത്യാസം വരേണ്ട ആവശ്യമില്ല. അത് വളരെ ഉറപ്പാണ്, 100% ഉറപ്പാണ്. അത് മാറ്റിയിരിക്കുന്ന ഈ തങ്കത്തിന് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം അന്നത്തെ സമയത്തിൻ്റെ തങ്കത്തിൻ്റെ വില എന്ന് വെച്ചാൽ ഒരു 4000 രൂപയുള്ളൂ ഒരു ഗ്രാമിന്, ഈ 99 കാലഘട്ടത്തിൽ. ഇതിനൊരു വളരെ വലിയൊരു കാര്യം, 20 വർഷത്തോളം അയ്യപ്പന് മുമ്പിൽ നിന്നിരുന്ന ദ്വാരപാലകരിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ്. അതിനൊരു വില എന്ന് വെച്ചാൽ കോടാനുകോടിയാണ്. ഈ സംഭവം ഇപ്പം എന്താ പറയുക, നെഗറ്റീവ് എനർജി മാറ്റണം, അല്ലെങ്കിൽ മറ്റ് ഇത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഐശ്വര്യം വരും എന്നൊക്കെ പറഞ്ഞ് പല ഭക്തജനങ്ങളെയും കബളിപ്പിക്കുന്ന പരിപാടിയുണ്ട്. അപ്പം അവർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കിപ്പോൾ 6 ഭാഗമാണ് ഒരു വിഗ്രഹം, അടുത്ത ഒരു 6 ഭാഗമാണ്. ഇതിലൊരു ഭാഗം കൊണ്ടുവച്ചിട്ട് 5 കോടിയോ 10 കോടിയോ ഇത് ശബരിമല അമ്പലത്തിൽ ഇരുന്നതാണ്. അപ്പം അങ്ങനത്തെ ഒരു വലിയൊരു വിശ്വാസ കച്ചവടം അതിൻ്റെ പുറകിലുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ 2023 യോഗദണ്ഡും അതിൻ്റെ മാലയും ഇതുപോലത്തെ ഒരു പണിക്ക് വേണ്ടി പുറത്തു പോയി എന്ന് പറയുന്നു. അതും തിരിച്ചു വരുന്ന ഒറിജിനൽ ആണോന്നില്ല, അത് പരിശോധിക്കാൻ ഒരു സംവിധാനവും ഇല്ല. ഇതിൻ്റെ ആ ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട വളരെ അത്യന്താപേക്ഷിതമാണ് എൻ്റെ അഭിപ്രായത്തിൽ. കോടതിയൊക്കെ സത്യം പറഞ്ഞാൽ ഇത് വേണം ഏറ്റവും ഇതായിട്ട് എടുക്കാനായിട്ടേ, ഗവൺമെൻറ്റും. ഇപ്പോൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയിട്ടുള്ള സാധനങ്ങൾ അത് തന്നെയാണോ തിരിച്ചു വന്നത് എന്ന് ഉറപ്പിക്കേണ്ടതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? തീർച്ചയായിട്ടും. ഒരിക്കലും എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ പോയിരിക്കുന്നത്, ഇപ്പം ഈ അറ്റകുറ്റപ്പണി എന്നൊക്കെ പറഞ്ഞ് ഇതിനകത്ത് കളർ പോയി മറ്റേത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കൊണ്ടുപോയിരിക്കുന്നത് ഒരിക്കലും ഇത് നമുക്ക് അവിടെ വെച്ച് ചെയ്യാനുള്ളൂ. ഏത് രീതിയിൽ ഈ ദൂരെ കൊണ്ടുപോകുന്നത് തന്നെ ഇത് മാറ്റാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഇവരുടെ ഇതുപോലത്തെ മോൾഡ് ഉണ്ടെങ്കിൽ 1000കണക്കിന് ഉണ്ടാക്കാം. മാത്രമല്ല ഇത് തന്നെയല്ല, ഇതിൻ്റെ പേരിൽ ഒരു 1000 എണ്ണം ഉണ്ടാക്കി 1000 കോപ്പി ആൾക്കാർക്ക് കൊടുക്കുക. എല്ലാവരോടും പറയാം ഇത് ഒറിജിനലാണ്, ശബരിമല ഇരുന്ന സംഭവം എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റും. ആദ്യഘട്ടത്തിൽ സ്വർണം പൂശിയ ആ പാളികളുടെ രൂപവും പിന്നീട് വന്നതും തമ്മിൽ കണ്ടിട്ട് എന്തെങ്കിലും വ്യത്യാസം തോന്നിയിരുന്നോ? ഉറപ്പായിട്ടും എനിക്കൊരു 20 mm വരെ അതിൻ്റെ ഗ്യാപ്പുകളുണ്ട്. അതായത് ഈ പാളിയും ഈ പറഞ്ഞ കാര്യം അത് നമുക്ക് സ്പഷ്ടമാണല്ലോ. ഇപ്പം തന്നെ കോടതിയിൽ ഈ ആദ്യം കൊണ്ടുവന്ന് ചേർന്നില്ല, പിടിച്ചില്ല എന്നൊക്കെ പറയുന്നത്. ഒരിക്കലും അതിൽ നിന്ന് ഇളക്കിയൊരു സാധനം തിരിച്ചു വെക്കുമ്പോൾ ചേരാതിരിക്കുന്ന ക്വസ്റ്റ്യൻ വരുന്നില്ല. അങ്ങനെ എന്തുകൊണ്ട് കാര്യം കല്ലി ചെയ്തിരിക്കുന്നതല്ലേ, അത് വേറെയാണെന്ന് ഉറപ്പാണ്. അത് തന്നെ ഉറപ്പാണ് അതിനകത്തെ കാര്യമായി. അതായത് ഇതിൻ്റെ നിർമ്മാണത്തിലെ സൂക്ഷ്മമായ തലങ്ങൾ പരിശോധിക്കുമ്പോൾ പഴയതിൽ നിന്നും വ്യത്യാസപ്പെട്ടു ഇരുന്നു എന്നുള്ളത് ബോധ്യപ്പെട്ടിരുന്നോ? ഉറപ്പായിട്ടും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ആർക്കും, എന്നെ ഒരു ടെക്നിക്കൽ നോളജ് ഉള്ള ആർക്കും അത് ബോധ്യപ്പെടാൻ പറ്റും. അത് നമുക്കത് പഴയ ഫോട്ടോസ് വെരിഫൈ ചെയ്താലോ അല്ലെങ്കിൽ പഴയ സ്യൂട്ടാകുന്ന ഒരു മെത്തേഡുണ്ട്. ചന്ദനത്തിലൊരു മോൾഡ് എടുത്തിട്ട് അതിൻ്റെ ഒരു റിവേഴ്സ് മോൾഡ് എടുത്തിട്ട് ആ മോൾഡിലാണ് നമ്മളിത് പിടിപ്പിക്കുക. ഇത് തമ്മിലൊരു 0.5 mm ഒക്കെ ഡിഫറൻസേ വരാൻ പാടുള്ളൂ. മാത്രമല്ല എല്ലാ അവയവങ്ങളും അതുപോലെ തന്നെ പ്രൊജക്റ്റ് ചെയ്യണം. ഇതിനകത്തെ കുറേ അവയവങ്ങൾ മറച്ചിരിക്കുകയാണ്. അവയവങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്ന മൈന്യൂട്ട് ഡീറ്റെയിൽ ആണ്, ആഭരണങ്ങളുടെയൊക്കെ മൈന്യൂട്ട് ഡീറ്റെയിൽ ആണ്. കാര്യം ഇതിനെക്കുറിച്ചൊന്നും ഒരറിവില്ലാത്ത കുറേ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ കാശുണ്ട്, എനിക്ക് അയ്യപ്പൻ എന്തെങ്കിലും ചെയ്യണം, അത് ഫ്രണ്ടിൽ തന്നെ ചെയ്യണം, അപ്പോൾ കുറച്ച് സ്വർണം വെച്ച് ചെയ്യാം, അപ്പോൾ അവരെയും പറ്റിക്കുകയാണ്. അതിഗുരുതര സ്വഭാവമുള്ള ഉള്ളടക്കമാണ് മഹേഷ് പണിക്കരുടെ പ്രതികരണത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയമടക്കം ഭാവിയിൽ ആണെങ്കിലും ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പരിഗണിച്ചാൽ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത മനസ്സിലാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്. യഥാർത്ഥ വസ്തുത മനസ്സിലാക്കാൻ ഒരവസരം ഉണ്ടാകണം എന്ന് മാത്രം. ഇപ്പോൾ ചെമ്പാണ് കൊണ്ടുപോയത് എന്ന് രേഖകളിൽ രേഖപ്പെടുത്തിയാൽ തിരിച്ചു കൊണ്ടുവരുന്നത് സ്വാഭാവികമായും എന്തായിരിക്കണം? ചെമ്പായിരിക്കണം. സ്വർണമാണ് കൊണ്ടുപോയത്, നിറം മങ്ങിയത് പൂശാനാണ് അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി നടത്താനാണ് എന്ന് രേഖപ്പെടുത്തിയാൽ തിരിച്ചു കൊണ്ടുവരുന്നത് അതിനേക്കാൾ ഭംഗിയുള്ള, കാഴ്ചയ്ക്ക് കുറച്ചുകൂടി പൊലിമ തോന്നുന്ന സ്വർണം തന്നെയായിരിക്കണം, തെളിച്ചമുള്ള സ്വർണമായിരിക്കണം. ഏതൊരു മനുഷ്യനും ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ.